ഷൈനി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഷൈനിയുടെ മാതാപിതാക്കളെ എല്ലാവരും വളരെയധികം കുറ്റപ്പെടുത്തിയായിരുന്നു. അവരുടെ ശ്രദ്ധ കുറവുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ സ്നേഹം കാണിക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയായിരുന്നു. അവർക്ക് സങ്കടമില്ല, ഷൈനിയുടെ പിതാവ് ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെയധികം അപവാദങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മാതാപിതാക്കൾ വളരെയധികം ദുഃഖത്തിലാണ്. അവരെ ഒറ്റപ്പെട്ടു പോയെന്നുള്ളതാണ് അവർ പറഞ്ഞത്. അവരെ ആരും അവിടെ വരുവോ ആശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവർക്ക് ആരും ഒരു ആശ്വാസം, അവരുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടാനുള്ള ഒരു വഴികളും ഇല്ല എന്നൊക്കെ ആ കേരളീയം ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ അവരാണ് ഈ കേസുകളൊക്കെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചാനലാണ്, അവരോട് ആണ് ഇങ്ങനെയൊക്കെ പരാതി പറഞ്ഞത്. ആ വീഡിയോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യൂട്യൂബിലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കാനഡയിൽ നിന്ന് ഒരു മനുഷ്യന് ഒരാൾ വിളിച്ചു, അവരോട് സപ്പോർട്ട് അറിയിച്ചു, അവരോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്നൊരു വീഡിയോ കണ്ടു. അപ്പോൾ അവർക്ക് ആ ഒരാളുടെ ഒരു സപ്പോർട്ട് കിട്ടിയപ്പോഴത്തേനും അതിനുള്ള സന്തോഷവും എല്ലാം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അവരുടെ അപ്പനും അമ്മയും അവർക്ക് ഇത് പറയുമ്പോൾ തന്നെ കരച്ചിലും വരുന്നുണ്ട്. അവർ ഒറ്റപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഷൈനിയുടെ കേസ് കഴിഞ്ഞിട്ടുണ്ടായതാണ് ജിസ്മോളുടെ കേസ്. ജിസ്മോളുടെ ഫോണൊക്കെ പരിശോധിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതുവരെ ഷൈനിയുടെ ഫോൺ കൊണ്ടുപോയിട്ട് അതിനകത്ത് പരിശോധിച്ച് പോലും നോക്കിയിട്ടില്ല, അതൊന്നും തുറന്ന് നോക്കിയിട്ടില്ല, അതിലെ മെസ്സേജുകളൊന്നും നോക്കിയിട്ടില്ല. അത് തലേ ദിവസം ഈ ഷൈനിയുടെ ഹസ്ബൻഡ് വിളിച്ചു. അപ്പോൾ വിളിച്ചു, പുള്ളിക്കാരിയോട് എന്തൊക്കെ പറഞ്ഞു, എന്താ പറഞ്ഞെന്നുള്ളതൊന്നും ഇപ്പോൾ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അതോ ഇനി ഷൈനിയുടെ ഫോണിൽ നിന്നാണോ അല്ലെങ്കിൽ ജിമ്മിയുടെ കൂട്ടുകാരുടെ ഫോണിൽ നിന്നാണോ എങ്ങനെ വിളിച്ചതെന്നൊന്നും അറിയത്തില്ല. ഒരു കാര്യത്തിലും അങ്ങനെ ഒരു മുന്നോട്ട് ഉള്ള ഒരു വിവരങ്ങളും അറിയാതെ അവർ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നന്നായിട്ട് പിന്നെ ഞങ്ങളത് ആ അരമണിക്കൂർ ഞങ്ങൾ അതുപോലെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു വലിയ സാന്ത്വനമായി. ഭയങ്കരമായി. ആരെങ്കിലും ഉണ്ടോ തോന്നിയില്ലേ? അപ്പൊ പിന്നെ അത് വലിയ സന്തോഷമായി അല്ലേ? അങ്ങനെ വിളിച്ചപ്പോൾ ഒരു ആശ്വാസം വന്നോ? വിളിച്ച് സംസാരിക്കുമ്പോൾ മാറ്റം വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേന് ചിന്തകളല്ലേ ഇങ്ങനെ ഓർത്തോണ്ട് പോകും. ഇപ്പൊ കണ്ടില്ലേ അവര് എന്നാ പോലീസുകാർ വന്നപ്പോഴല്ലേ വീണ്ടും അത് നമ്മളിലേക്ക് ഞങ്ങളിവിടെ സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഇവിടെ നിന്ന് ഞങ്ങളെ ഇങ്ങനെ ഒരു കാര്യം അവളോട് അവളും പിള്ളേരും ചെയ്യത്തക്ക രീതിയിൽ ഒരു പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും ഞങ്ങളിതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ എന്നാണ് തമ്പുരാൻ തപ്പിപ്പിടിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവം അത് വരുത്തി തരുമെന്ന് തന്നെ ഓർക്കാണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ കൊണ്ടുവന്നില്ല. ഇപ്പം ഞാൻ ഓർക്കുന്നത് അവനന്ന് തലേ ദിവസം വൈകിട്ട് ഈ നെടുമ്പാശ്ശേരിക്ക് പോയപ്പം ഇറാഖിന് പോയ വഴിക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു. പക്ഷേ ഇവൻ്റെ അനിയൻ്റെ ഫോണിൽ നിന്നാണോ, ഈ കൂട്ടുകാരൻ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ്റെ ഫോണിൽ നിന്നാണോ, ഡ്രൈവറുടെ ഫോണിൽ നിന്നാണോ വിളിച്ചെന്ന്. കാരണം ഇവിടെ അവൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുമ്പോൾ എടുക്കുമ്പോഴേ അറിയാമല്ലോ കിട്ടിയവനാണ്. അല്ലാതെ വിളിച്ചിട്ടാണോ ഇത് ഇവിടെ ഈ പ്രേരണ കൊടുത്തതോ സംസാരിച്ചതോ ഇൻസൾട്ട് ചെയ്തതോ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. അതിലേക്കൊക്കെ ഇവർ ഇപ്പോൾ കണ്ടില്ലേ. ഇപ്പോഴും എൻ്റെ മകളുടെ ഫോൺ ഇതുവരെ തുറന്നിട്ട് പോലും ഇല്ലെന്ന് ഇന്നും വന്ന പോലീസുകാർ പറയുന്നത്. കൊണ്ടുപോയിട്ട് എത്രയായി ദിവസം, അതായത് മാർച്ച് 8-ാം തീയതി ഫോണുമായിട്ട് പോയതാണ്. ഇതുവരെ തുറക്കാൻ പറ്റിയില്ല. അവർ പറയുന്നത് ഇവിടെയെല്ലാം നോക്കിയിട്ടൊന്നും പറ്റിയില്ല, കോടതിയിൽ ഏൽപ്പിച്ചിരിക്കുക, സൈബർ സെല്ലുകാർ തിരുവനന്തപുരത്തിന് വിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അതെന്നാ അങ്ങനെ ജിസ്മോളുടെ ഫോണൊക്കെ തുറന്നു അവനത്തെ പ്രതികളെ 4 പേരെ അറസ്റ്റ് ആയല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കുന്നതിനറിയാം, എൻ്റെ മകളുടെ ഫോണും എൻ്റെ മകളെ കെട്ടിയവൻ്റെ ഫോണിൽ നിന്ന് സൈബർ സെല്ലുകാർ ഇതെല്ലാം എടുത്തിട്ട് ആ ന്യൂസ് വെളിയിൽ വരുമ്പോൾ നമുക്ക് ആരാ അതിൻ്റെ ആളെന്ന് അറിയാൻ പറ്റുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ കൊതിച്ചിരിക്കുക. അന്നാരും ഇപ്പം ഇതുവരെ ആയിട്ടില്ല. മാസം ഇന്ന് 68 ദിവസമായില്ലേ.